ഇപ്പൊ കാറ്റാടിയുടെ തണലുണ്ടോ, സൂര്യപ്രകാശടിയുടെ നേടില് നിലത്ത് കിടന്ന് ഇറങ്ങണേ. കാരണം ഇവിടെ നിന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നല്ല സൗണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കാവുന്ന എനിക്കറിയില്ല. കാറ്റാടി ഇറങ്ങുന്ന കാറ്റ് കൊണ്ടിട്ട് ഇറങ്ങുന്ന സൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല കാറ്റുണ്ട്, നല്ല രീതിയിലുള്ള കാറ്റാണ്. അപ്പം ഉച്ചയില്ലേ ചെറിയ ഫുഡ് കഴിച്ചേക്കാൻ വിശപ്പെടും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കാറ്റാടി യന്ത്രങ്ങളെ കുറിച്ചിട്ട് ഒന്നുകൂടി കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. നിങ്ങളുടെ സമയം കിട്ടുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ടൈം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സമയം ഏത് നേരത്ത് വരാം, ഉച്ചയ്ക്ക് കുഴപ്പമില്ല. അതെ, നമ്മളിപ്പോ കാറ്റാടിപ്പാടത്താണ്. ശരിയായില്ലേ? നമ്മൾ നടന്ന ഒരു പകുതി വരെ എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പം ഒരു കാറ്റാടിയന്ത്രം കൂടി ഉള്ളു. ബാക്കി കഴിഞ്ഞാൽ ആകെ ഭയങ്കര രസമാണ്. അതിലേക്ക് ദൂരേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഇനി കൂടെ ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക, മരങ്ങൾ നട്ടുപിടിച്ചാണ്. എനിക്കൊന്നും ഇവിടെ മരങ്ങൾ നടാൻ വേണ്ടിയിട്ട് കുറേ കുഴികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആവും. വരുവാണെങ്കിൽ ഒന്നിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം വരിക. ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല തണുത്ത കാറ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്ര വെയിലുണ്ടെങ്കിലും ആ ഒരു വെയിലിൻ്റെ ഫീലിങ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇപ്പുറത്തേക്ക് മാറിയിട്ട് കുറേ ചെടികളുണ്ട്, കുറേ മരങ്ങൾ പൂക്കുന്ന പറയുന്നത്, എന്താ കോളാമ്പി പൂ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് തോന്നുന്നത് ഈ നിൽക്കുന്നത്. കാണാം. ഇപ്പം നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. വെയിലില്ല, തണുത്ത കാറ്റ് മാത്രം. നല്ല തണലാണ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കാറ്റാടി പാടം എന്ന് പറയുന്നത്. നമ്മളിപ്പം കാറ്റാടിപ്പാടത്താണ് നിൽക്കുന്നത്. കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് ഇപ്പുറ സൈഡിൽ രണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരെണ്ണത്തിൻ്റെ ചുവട്ടിലാണ്. അതാ നോക്കി കഴിഞ്ഞാൽ വലിയൊരു സംഭവം കണ്ടത് കറങ്ങണം. ദൂരെ നിന്നാണ് അത്ര സ്പീഡ്, വളരെ സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത്. നല്ല കാറ്റ്. കാറ്റാടി യന്ത്രങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് കുറച്ച് നേരത്തേക്ക്. എന്താ സംഭവം എന്ന് അറിയുമ്പോൾ ചെറിയൊരു കാറ്റാടി ഉണ്ടെങ്കിൽ
കാറ്റാടി മരങ്ങൾക്ക് കീഴേ ഇതുപോലെ കോളാമ്പി പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു മരമുണ്ട്. അപ്പം അതിങ്ങനെ കുറേ ഒരു സൈഡിൽ ഫുള്ള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് കാറ്റാടി വിശേഷങ്ങളൊക്കെ ഇതായില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാറ്റാടി വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനലിന് 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങളുടെ എല്ലാവരും ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 5000 സബ്സ്ക്രിപ്ഷനായി. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ തന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു സപ്പോർട്ടിൻ്റെയും ഒക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് മാത്രമാണ് ഞങ്ങൾക്ക് പുതിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ കഴിയും. അതിലേക്ക് വയലോട്ട്